നമസ്കാരം. നിലവിൽ രേണുവും കിച്ചുവും തമ്മിൽ പ്രശ്നങ്ങൾ നടക്കുന്നത് എല്ലാവർക്കും അറിയാമല്ലോ. അവസാനമായി കിച്ചു രേണുവിനെതിരെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. രേണുവിനെ കാണാൻ പോകുന്നതിനെക്കുറിച്ച് കിച്ചു ഇട്ടൊരു വീഡിയോ പ്രേക്ഷകരിൽ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയതിനെ തുടർന്നാണ് താൻ എന്തുകൊണ്ട് ആ വീഡിയോയിൽ അത്തരമൊരു രീതിയിൽ സംസാരിച്ചു എന്നതിന് വ്യക്തമാക്കാനായി കിച്ചു റീസെൻ്റായി ഒരു വീഡിയോ ഇട്ടത്. തൻ്റെ അമ്മയായ രേണു ഇട്ട ഒരു സബ്സ്ക്രിപ്ഷൻ വീഡിയോ പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുത്തുകൊണ്ടാണ് കിച്ചു കാര്യങ്ങൾ വ്യക്തമാക്കിയത്. മകൻ എന്ന നിലയിൽ ഇത്തരം വൃത്തികെട്ട വീഡിയോകൾ കാണുന്ന ഒരു മകൻ പിന്നെ എങ്ങനെ പ്രതികരിക്കണമെന്നും കിച്ചു ചോദിക്കുന്നു. ഇനി മുതൽ ഇത്തരം വീഡിയോസ് ചെയ്യരുതെന്ന് അമ്മയോട് താൻ പറഞ്ഞപ്പോൾ മറ്റുള്ളവർ ചെയ്യുന്നതെന്നും താൻ ചെയ്യുന്നില്ലെന്നും തനിക്ക് സബ്സ്ക്രിപ്ഷനിലൂടെ 2.5 ലക്ഷം രൂപ കിട്ടുന്നുണ്ടെന്നും രേണു പറഞ്ഞതിൻ്റെ ചാറ്റ് ലിസ്റ്റ് കിച്ചു പുറത്തുവിടുകയുമുണ്ടായി. അതിനു പിന്നാലെയാണ് രേണു കിച്ചുവിനെതിരെ വീഡിയോയുമായി വന്നിരിക്കുന്നത്. ആ വീഡിയോയിൽ രേണു തൻ്റെ ചാറ്റ് ലിസ്റ്റ് കിച്ചു പുറത്തുവിട്ടെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്നതിന് കിച്ചു തന്നെ സപ്പോർട്ട് ചെയ്തെന്നും അതിൻ്റെ ചാറ്റ് ലിസ്റ്റ് താനും പുറത്തുവിടുകയാണെന്നും പറഞ്ഞുകൊണ്ട് രേണു അവർ രണ്ടുപേരും തമ്മിലുള്ള ചാറ്റ് ലിസ്റ്റ് പുറത്തുവിടുകയും ഉണ്ടായി. ഇനിയും തനിക്കെതിരെ വീഡിയോകൾ കിച്ചുവിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായാൽ കിച്ചുവിൻ്റെ ഫ്യൂച്ചറിനെ തന്നെ ബാധിക്കുന്ന കാര്യങ്ങൾ തനിക്കും പുറത്തുവിടേണ്ടി വരുമെന്ന് രേണു വീഡിയോയിൽ പറയുന്നു. താനൊരു ക്യാൻസർ പേഷ്യൻ്റാണെന്നും ഇനിയെങ്കിലും തന്നെ ഒന്ന് വെറുതെ വിടൂ, എന്നെ അമ്മയെന്ന് വിളിക്കരുത്, എന്നെ ഒരിക്കലും, ഞാൻ പ്രസവിച്ച ഒരു മകനെ തനിക്കുള്ളൂവെന്നും കൈകൂപ്പിക്കൊണ്ട് രേണു വീഡിയോയിൽ പറയുന്നുണ്ട്. അതേസമയം രേണുവിനെയും കിച്ചുവിനെയും സപ്പോർട്ട് ചെയ്തുകൊണ്ടും കുറ്റപ്പെടുത്തിക്കൊണ്ടും ഒരുപാട് കമൻസുകൾ പ്രേക്ഷകരിൽ നിന്നും വരുന്നുണ്ട്.